നിധി, ജി സ്പോട്ടാണ് സ്ത്രീകൾക്ക് ഏറ്റവും പ്ലഷർ കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല, അത് കണ്ടെത്താത്തതുകൊണ്ട് പ്ലഷർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ നോക്കിയിരിക്കുന്ന കുറെ പേരില്ലേ, അവർക്ക് കൊടുക്കാവുന്ന ടിപ്പ് എന്താ? അപ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ഈ പോയിന്റ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. കൂടാതെ ഈ ജി സ്പോട്ടും ഓർഗാസും രണ്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ പറയുന്നത്. കാരണം ജി സ്പോട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ രതിമൂർച്ച ഓർഗാസം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഓർഗാസം ഉള്ള സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അറിയാത്ത ആൾക്കാരുണ്ട്. അതിനെപ്പറ്റിയും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ട്. അത് സിംപിളി മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് നല്ലൊരു ഓഡിയോ കണ്ടന്റാണ് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഓർഗാസം എന്നുള്ളത്. കുക്കു എഫ് ലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അവിടെ അവൈലബിൾ ആണ്. നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളും ഓഡിയോ രൂപേണ കേട്ട് ആസ്വദിക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഫ്രീ ട്രയലും കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ കിട്ടുന്ന അവസരം തന്നെയാണ്. ലിങ്ക് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ ഒരു അവസരം എന്തായാലും മിസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇനി ജി സ്പോട്ടിന്റെ ആ ഒരു പോയിന്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിന്റെ മനസ്സിൽ ജി സ്പോട്ട് എന്നുള്ളതിന്റെ ഫുൾ ഫോം? ജി എന്നുള്ളത് ഗേൾസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത് ഗ്രാഫൻബർഗ് സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഗേൾസിന്റെ കേസിലുള്ള സ്പോട്ട് ആണെങ്കിൽ ഒരു ആണിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജർമ്മൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഇദ്ദേഹമാണ് ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ജി സ്പോട്ട് എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. എങ്കിലും ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് ഹൈലി ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജി സ്പോട്ട് എന്നുള്ളത്. മോഡേൺ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പായിട്ട് ജി സ്പോട്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെജൈനയുടെ അപ്പർ വാളിലായിട്ട് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഏരിയയിലായിട്ട് ഒരു പയറുമണി വലുപ്പത്തിലൊരു സ്വിച്ച്, ഒരു തടിപ്പ് അവിടെ ഉണ്ടെന്നുള്ളതും അവിടെ ടച്ച് ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള പ്ലഷർ കിട്ടുന്നു എന്നുള്ളതുമാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. എങ്കിൽ പറയട്ടെ, ഇന്ന് മോഡേൺ സ്റ്റഡീസ് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മാന്ത്രിക പോയിന്റ് ഇല്ല എന്നുള്ളതാണ്. നിരാശയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതൊരു നിരാശ സമ്മാനിക്കുന്ന ഒരു പോയിന്റ് തന്നെയായിരിക്കും. അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള പോയിന്റ് ഇല്ല എന്നുള്ളതാണ്. മോഡേൺ സ്റ്റഡീസ് പറയുന്ന കാര്യം ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് കിട്ടുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സോൺ എന്ന രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അതിന് മറ്റൊരു പേരായിട്ട് അവർ പറയുന്നത് ക്ലിറ്റോ യുറിത്രോ വെജൈനൽ കോംപ്ലക്സ് എന്ന രീതിയിലാണ്. അതായത് ക്ലിറ്റോറിസ്, ആ ക്രിസരിയും അതുപോലെ യുറിത്രൽ ഏരിയയും അതേപോലെ ഈ പറഞ്ഞ വെജൈനയും എല്ലാം കൂടി കൂടിയുള്ള ഒരു കോംപ്ലക്സ് ഏരിയ അല്ലെങ്കിൽ ഒരു സോൺ എന്ന രീതിയിലാണ് ഇന്നതിനെ കാണുന്നത്. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ മാന്ത്രിക പോയിന്റ് ഇല്ല. അങ്ങനെ ഒരു മാന്ത്രിക പോയിന്റ് തേടി ഇരിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. ഇപ്പോൾ വെജൈനയുടെ അപ്പർ വാളിലൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഒന്നാമത് നല്ല നെയർ വെൻഡിങ്ങുകൾ കാര്യങ്ങളുണ്ട്. കൂടാതെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ക്രിസരി ഉണ്ടല്ലോ, അത് ആ പുറത്തുനിന്ന് കാണുന്ന ഭാഗം മാത്രമല്ല ഉള്ളിലോട്ട് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഉള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഇപ്പം നമ്മൾ വെജൈനൽ വാൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ആ ഇന്റേണൽ ആയിട്ടുള്ള ക്ലിറ്റോറൽ ഭാഗമൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെജൈനൽ ഏരിയയിൽ പല ഭാഗങ്ങളിലും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ലേഡീസിന് നല്ല പ്ലഷറും കാര്യങ്ങളൊക്കെ കിട്ടും. അത് ഓരോ ആളുടെ കേസിലും ഓരോ രീതിയിലായിരിക്കും. എല്ലാവരുടെ കേസിലും ഒരേപോലെ ആയിരിക്കില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, സ്വന്തം പാർട്ണറോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് എവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, എവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ് കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ജനറൽ ആയിട്ട് എല്ലാവരുടെ കേസിലും ഒരേപോലെ അല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ജി സ്പോട്ട് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബന്ധപ്പെടലിലൂടെയാണ് ആ എക്സൈറ്റ്മെന്റ് കിട്ടുന്നത്, ബന്ധപ്പെട്ടാൽ മാത്രമാണ് ഓർഗാസം കിട്ടുന്നത് എന്നുള്ളതാണ്. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. പുറത്തുള്ള ക്ലിറ്റോറിസ്, ആ ക്രിസരിയുടെ ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്താൽ തന്നെ, അത് ഓറലി സ്റ്റിമുലേറ്റ് ചെയ്യാം, ഹാൻഡ് വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്താൽ തന്നെ ഒരു ഓർഗാസം രതിമൂർച്ച നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കേവലം ഈ ഒരു ബന്ധപ്പെടലിലൂടെ മാത്രമാണ് കിട്ടുന്നത് എന്നുള്ള കൺസെപ്റ്റ് എല്ലാവരും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയേണ്ടതാണ്. അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള പോയിന്റ് ജി സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത പോയിന്റ് അവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. അപ്പോൾ ഒരു സോൺ എന്ന രീതിയിലാണ്. അപ്പോൾ ക്ലിറ്റോറിസും ആ യുറിത്രൽ ഏരിയയും വെജൈനൽ ഏരിയയും എല്ലാം ഒരുപോലെ തന്നെ കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ ആ സെക്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ണറുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കൂടി മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ ശരീരത്തിലെ വിവിധ ഇറോജിനസ് സോണുകളും കൃത്യമായ രീതിയിൽ പരിഗണിച്ച് മനോഹരമായിട്ട് ആ സെക്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സെക്സ്വൽ ലൈഫ് ഉണ്ടാവട്ടെ. പല ആൾക്കാരുടെയും ഇന്ന് വിവാഹം കഴിഞ്ഞ കപ്പിൾസിൻ്റെ ഇടയിലും അതുപോലെ വരാൻ പോകുന്ന കപ്പിൾസിൻ്റെ ഇടയിലും ഒക്കെ വരാൻ സാധ്യതയുള്ള കൺഫ്യൂഷനാണ് ഈ ജി സ്പോട്ട്. പലരും ഇത് ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നു, എവിടെയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ഉത്തരം തന്നെയാണ് ഈ ഒരു വീഡിയോ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കണം. മറ്റു വീഡിയോ കാണാം. ബൈ ഗൈസ്.